പങ്കാളിയാകാനാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂറും നമ്മുടെ സ്ഥല MLA CM വിൻസെൻറ്റും ഞാനും ഇവിടെ എത്തിയത്. വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവർക്ക് നഷ്ടപ്പെട്ട ഒരു വിലപ്പെട്ട ജീവനാണ്, അവരുടെ സ്വന്തമാണ്. തീർച്ചയായിട്ടും ആ വേദനയിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ്. എപ്പോഴും പ്രതീക്ഷ കൈവിടിയാതെ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനും ഫിഷറീസ് മന്ത്രിയും കൂടി കോസ്റ്റൽ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സംസാരിച്ചു. അതിൻ്റെ IG ശ്രീ അക്ബറുമായിട്ട് സംസാരിച്ചു. ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. നമ്മുടെ നീണ്ടകരയിൽ ഇന്നലെ ഞാൻ നീണ്ടകരയിൽ പോയിരുന്നു. നീണ്ടകരയിലും ഒരാളിനെ കാണാനായിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ സെർച്ച് നടക്കുകയാണ് അവിടെയും. പിന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ, കടലിൽ പോയി പരിചയമുള്ള ആളുകളെ കൂടി ഈ കോസ്റ്റൽ പോലീസ് കൂട്ടിയിട്ടുണ്ട്. ഇന്നും ആ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ 3, 4, 5 ദിവസം കഴിഞ്ഞൊക്കെ ആളുകൾ തിരിച്ചു വന്ന സംഭവങ്ങൾ ഇവിടെയുണ്ട്. അതെ, ഇദ്ദേഹം തന്നെ വന്നിട്ടുണ്ട്. പല ആളുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷ കൈവടിയാതെ തന്നെ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ വിഷമം ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ആ വിഷമം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും. ഫിഷറീസ് മന്ത്രി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. നമ്മൾ കുടുംബത്തിലെ എല്ലാവരുമായി സംസാരിച്ചു. പ്രധാനമായിട്ടും ഒരു ഗോൾഡൻ അവറിൽ, മിസ്സിംഗ് ആവുന്ന ഗോൾഡൻ അവറിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു SOP വേണം എന്നുള്ളതാണ് മെയിനായിട്ട് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് SOP ഫ്രെയിംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും ഒരു കൃത്യമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഉണ്ടാകും. അതോടൊപ്പം ഒരു 2-way കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ 2-way കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമുക്ക് സാധ്യമാക്കാമെന്നുള്ളതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി സ്പീഡപ്പാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ കടലിൽ വാർണിംഗ്, വെതർ ഫോർകാസ്റ്റ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം സാധാരണ നമ്മൾ ഫോർകാസ്റ്റ് വന്നാൽ ചിലപ്പോൾ അന്ന് മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മഴ ഉണ്ടാവാതിരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കടലിൽ പോയി കഴിയുമ്പോൾ കടലിൻ്റെ സ്വഭാവം മാറുമ്പോൾ നമുക്ക് വാർണിംഗ് കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് 2-way കമ്മ്യൂണിക്കേഷനിലൂടെ വാർണിംഗ് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടി വേണം എന്നുള്ളത് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ആവശ്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനമുണ്ടാക്കി മുമ്പോട്ട് പോകും. സംഭവം നടന്നിട്ട് 10 ദിവസമായി, ഇതുവരെ മന്ത്രി ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ള വലിയ ആക്ഷേപമാണ്. നമ്മൾ സെർച്ചിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. സെർച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള സെർച്ച്. ഇന്നിപ്പോൾ 10ാമത്തെ 11ാമത്തെ ദിവസമാണ്. നമ്മൾ കൃത്യമായി സെർച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സെർച്ച്. അപ്പോൾ ആ സെർച്ച് ബാക്കിയുള്ള അതിന് പിന്നിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയിരുന്നു. കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് രാമേശ്വരം ഭാഗത്ത് ജോണിന് വേണ്ടിയിട്ട് തെരച്ചിൽ നടത്തണമെന്നതാണ്. അവിടെ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് ആ ഭാഗത്ത് സെർച്ചുകൾ നടത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത്, കോസ്റ്റ് ഗാർഡിന് അവർക്ക് മുകളിൽ നിന്ന് ഓർഡർ കിട്ടിയാലാണ് അവർക്ക് ഇറങ്ങാൻ കഴിയുക. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡയറക്റ്റ് കൺട്രോൾ കോസ്റ്റ് ഗാർഡിൽ ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ പറയുന്ന സമയത്ത് അവർ അതിന് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അവർ ഇപ്പോൾ ഈ സെർച്ചിൽ ഏറ്റവും കൂടുതൽ അവർ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആവശ്യം വന്നത് നമുക്കത് പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് ഗോൾഡൻ അവറിൽ ഏറ്റവും പെട്ടെന്ന് ഇവരെ കോസ്റ്റ് ഗാർഡിനെ ഇറക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. കാരണം അവർക്ക് കുറച്ച് പ്രൊസീജിയർ ഡിലേ ഉണ്ട് ഈ കാര്യത്തിൽ. ബോംബെ അനുവാദം വേണം, തയ്യാറായി. അപ്പോഴത്തേക്ക് മന്ത്രിമാർ അവിടെ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയാണ്. പല പരാതികളും കുടുംബം അറിയിക്കുകയും ചെയ്തു.